നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. കേരളം ഇന്ന് വലിയൊരു ചൂളയിലാണ്. പാലക്കാട് പോലുള്ള ജില്ലകളിൽ ഇപ്പോഴത്തെ അന്തരീക്ഷ താപനില 40°C കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. മനുഷ്യരെ പോലെ തന്നെ പക്ഷിമൃഗാദികളും ഈ കനത്ത ചൂടിനെ അതിജീവിക്കാനായി വല്ലാതെ പാടുപെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ കൊടുംചൂടിനെ പ്രതിരോധിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതശൈലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ഈ വല്ലാത്ത ചൂടിൽ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നത് നമ്മുടെ ജീവനെ പോലും ബാധിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ അറിയാതെ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ താപനില വർദ്ധിപ്പിക്കുകയും നിർജ്ജലീകരണത്തിലേക്കും ഹീറ്റ് സ്ട്രോക്കിലേക്കും ഒക്കെ നയിക്കുകയും ചെയ്യും. 2026 ഏറ്റവും പുതിയ ആരോഗ്യ നിർദ്ദേശങ്ങൾ പ്രകാരം വേനൽക്കാലത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഭക്ഷണ രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഔദ്യോഗിക ഹീറ്റ് വേവ് അഡ്വൈസറികളെയും 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ മെഡിക്കൽ റിപ്പോർട്ടുകളെയും അടിസ്ഥാനമാക്കി തയ്യാർ ചെയ്തിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ നമ്മളുടെ ശരീരത്തിൻ്റെ ചൂട് വല്ലാതെ കൂട്ടുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം അത് ദഹിപ്പിക്കാനായി ശരീരത്തിൽ നിന്നും ഊർജത്തെ ഉപയോഗിക്കുന്നു. ഇതിനെയാണ് തെർമിക് ഇഫക്റ്റ് ഓഫ് ഫുഡ് എന്ന് വിളിക്കുന്നത്. ചില ഭക്ഷണങ്ങൾ ദഹിപ്പിക്കാൻ ശരീരം കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ശരീരത്തിനുള്ളിൽ സ്വാഭാവികമായും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടും. പുറത്ത് 40° ചൂടുള്ളപ്പോൾ ഉള്ളിലും താപം കൂടുന്നത് ശരീരത്തെ വല്ലാതെ തളർത്തിക്കളയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. മാംസാഹാരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിക്കൻ, ബീഫ്, മട്ടൺ എന്നിവ ദഹിപ്പിക്കാൻ ശരീരം വലിയ തോതിലുള്ള താപമാണ് പുറത്തുവിടുന്നത്. ഇത് അമിതമായ വിയർപ്പിനും ക്ഷീണത്തിനും കാരണമാക്കും. മറ്റൊന്ന് എരിവുള്ള മസാലകളാണ്. മുളകിൽ അടങ്ങിയിരിക്കുന്ന കാപ്സൈസിൻ എന്ന ഘടകം ശരീരത്തെ കൂടുതൽ ചൂടാക്കും. ഇത് ദഹനക്കേടിനും നെഞ്ചരിച്ചിലിനും ഒക്കെ വഴിവെക്കുന്നുണ്ട്. മറ്റൊന്ന് എണ്ണയിൽ വറുത്ത ആഹാരങ്ങളാണ്. വറുത്ത പലഹാരങ്ങൾ, ജങ്ക് ഫുഡുകൾ ഇവയൊക്കെ ദഹിക്കാൻ വളരെ പ്രയാസമാണ്. ഇവയിലെ ഉപ്പ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലെ ജലാംശത്തെ വറ്റിച്ചു കളയും. അത് നമ്മളെ വേഗത്തിൽ നിർജ്ജലീകരണത്തിലേക്ക് നയിക്കും. നമ്മൾ ക്ഷീണിച്ച് തളർന്ന് വീണുപോകും. മറ്റൊന്ന് മധുരപാനീയങ്ങളാണ്. ഈ ചൂടുകാലത്ത് കടകളിൽ നിന്ന് ലഭിക്കുന്ന സോഡകളും പാക്കറ്റ് ജ്യൂസുകളും ഒന്നും നമ്മുടെ ദാഹം മാറ്റില്ല. അത് ചൂടുകാലം എന്നല്ല, ഏത് കാലത്തും നമ്മുടെ ദാഹം മാറ്റാൻ പര്യാപ്തമല്ല ഇത്തരം സാധനങ്ങൾ. മറിച്ച് നമ്മുടെ ശരീരത്തിലെ ലവണാംശം അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ചൂടുകാലത്ത് ഭക്ഷണം വളരെ വേഗത്തിൽ കേടാവും. നിങ്ങൾക്കറിയാമല്ലോ. ഈയിടെ കണ്ണൂരിലെ മട്ടന്നൂരിലും വിഴിഞ്ഞത്തും ഉണ്ടായ ഭക്ഷ്യവിഷവാത മരണങ്ങൾ നമ്മെ ഭയപ്പെടുത്തേണ്ടതാണ്. ഈ സമയത്താണ് മാരകമായ ബാക്ടീരിയകളും അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്നത്. അതിൽ നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ട ഒരു ബാക്ടീരിയയാണ് ഷിഗല്ല. കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം വല്ലാതെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലിനമായ വെള്ളത്തിലൂടെയും മുറിച്ചുവെച്ച പഴങ്ങളിലൂടെയും ഇത് പകരും. ചൂടുകാലത്ത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വഴിവക്കിൽ മുറിച്ചുവെച്ച പഴങ്ങൾ വിൽപ്പന നടത്തുന്ന കടകൾ? അങ്ങനെ ഈ പാതയോരങ്ങളിൽ മുറിച്ചുവെച്ച് വിൽക്കുന്ന തണ്ണിമത്തനോ ജ്യൂസുകളോ ഒക്കെ കാണുമ്പോൾ ഒന്ന് തണുപ്പിക്കാമെന്നോർത്തത് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിലെ ഒരു അപകടം പറയാം. ഇവയിലൊക്കെ ഉപയോഗിക്കുന്ന ഐസ് ശുദ്ധജലത്തിൽ നിന്നാണെന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളൊരു നാരങ്ങ വെള്ളം കുടിച്ചു വന്നിരിക്കട്ടെ, അതിൽ നാരങ്ങ പിഴിയുന്ന വെള്ളവും മറ്റും ശുദ്ധമുള്ളതാണെങ്കിലും അതിലൊഴിച്ചിരിക്കുന്ന സോഡ എന്ന് പറയുന്നത് ശുദ്ധീകരിച്ച് ജലത്തിൽ നിന്ന് ഉള്ളതാണെങ്കിലും അതിൽ നിങ്ങൾ കിട്ടിത്തരുന്ന ഐസ് ശുദ്ധമായ വെള്ളത്തിൽ നിന്നാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കെങ്ങനെ അനുമാനിക്കാൻ കഴിയും? പലപ്പോഴും മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ പടരുന്നത് ഇത്തരം ഐസിൽ നിന്നാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ചോദ്യം വരും, ഇങ്ങനെയൊക്കെ പേടിക്കാൻ തുടങ്ങിയാൽ പകരമായിട്ട് നമ്മൾ എന്ത് കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യും? അതൊരു ചോദ്യമാണല്ലേ. പകരം എന്ത് കുടിക്കണം? നമുക്ക് നോക്കാം. ദാഹം തോന്നിയില്ലെങ്കിലും ഓരോ മണിക്കൂറിലും വെള്ളം കുടിക്കണം. ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശീലമാക്കിയാൽ ഒരു പരിധിവരെ ഈ ചൂടിനെ നമുക്ക് പടിക്ക് പുറത്തു നിർത്താൻ കഴിയും. കുടിക്കാൻ കൊള്ളാവുന്ന 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഉപ്പിട്ട കഞ്ഞിവെള്ളമാണ്. പഴമക്കാർ തൊട്ട് ഉപയോഗിച്ചു വരുന്നതും ശരീരത്തിന് ദോഷകരമല്ലാത്തതുമായ ഒരു കാര്യമാണ് ഉപ്പിട്ട കഞ്ഞിവെള്ളം. മോരും വെള്ളം അഥവാ സംഭാരം, അത് പലർക്കും കുടിക്കാൻ ഇഷ്ടമാണ്. നമ്മുടെ ശരീരത്തെ സത്യമായും അത് തണുപ്പിക്കും. മറ്റൊന്ന് നാരങ്ങാ വെള്ളമാണ്. പക്ഷെ അവിടെ ഒരു അപകടമുണ്ട്. അതിൽ പഞ്ചസാര കുറയ്ക്കണം. അല്ലെങ്കിൽ ഈ വേനൽക്കാലമൊക്കെ കഴിഞ്ഞ് മഴക്കാലത്തിലേക്ക് കടക്കുമ്പോഴേക്കും ഈ വീഡിയോ കാണുന്ന പലരും ഇത് കേട്ട് നാരങ്ങാ വെള്ളം കൂടി തുടങ്ങിയാൽ പഞ്ചസാര അധികരിച്ചിട്ട് ഡയബറ്റിക് പേഷ്യൻസായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഞ്ചസാര കുറച്ച് നാരങ്ങാ വെള്ളം. മറ്റൊന്ന് ഇളനീരാണ്. ഇളനീരിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല, പരമ്പരാഗതമായി നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. ചായയും കാപ്പിയും മദ്യവും പകൽ സമയത്ത് ദയവായി പരമാവധി ഒഴിവാക്കണം. കാരണം ഇവ ശരീരത്തിലെ ജലാംശത്തെ കുറയ്ക്കുന്ന സംഗതികളാണ്. ഉച്ചയ്ക്ക് 11 മണി തൊട്ട് 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. അയഞ്ഞ പരുത്തി, കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ഓർക്കുക, ശരിയായ ഭക്ഷണക്രമം ഒരു മരുന്ന് തന്നെയാണ്. പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന്. കുറെ പണം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആരോഗ്യമില്ലെങ്കിൽ ആ പണം കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും പങ്കുവയ്ക്കണം. സുരക്ഷിതരായിരിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.